ഒരുപാട് സന്തോഷമുള്ള ഒരു വാർത്ത ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മളുടെ കാൻഡിഡേറ്റിൽ 2 പേർക്കാണ് B1 B2 വിസ കിട്ടിയിരിക്കുന്നത്. അതിൽ ഒരാളുടെ എക്സ്പീരിയൻസാണ് ഇപ്പോൾ ഞാൻ ഷെയർ ചെയ്യുന്നത്. ആളുടെ കുറച്ച് പ്രൈവസി ഇഷ്യൂസ് ഉള്ള കാരണം ആളുടെ പേരും നാടും ഒന്നും ഞാൻ പറയുന്നില്ല. ആളുടെ ഇൻ്റർവ്യൂ ഹൈദരാബാദിൽ വെച്ചായിരുന്നു. ആളുടെ ബയോമെട്രിക്സ് എല്ലാം കൊൽക്കത്തയിലായിരുന്നു. അത്രയും ദൂരം ട്രാവൽ ചെയ്ത് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ആൾ ഇൻ്റർവ്യൂവും ബയോമെട്രിക്കും ഒക്കെ കഴിഞ്ഞത്. ഹൈദരാബാദിൽ പോയി ആൾ ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്തു എന്ന് മാത്രം പറയാം. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് വിസ കിട്ടി. അപ്പോൾ വിസ ഇഷ്യൂഡ് ആയിട്ടുണ്ട്. 2-3 ദിവസത്തിനുള്ളിൽ കയ്യിൽ വിസ വരും. അപ്പോൾ പുള്ളിക്കാരിയുടെ എക്സ്പീരിയൻസിലേക്ക് നമുക്ക് പോകാം. എൻ്റെ B1 B2 വിസയുടെ വിസ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് എനിക്ക് അതുലിൻ്റെ കോൺടാക്ട് നമ്പർ കിട്ടുന്നതും ഞാൻ അതുലിനെ കോൺടാക്റ്റ് ചെയ്യുന്നതും. ഇതുവരെയുള്ള അതായത് കോൺടാക്റ്റ് ചെയ്ത ആ സമയം തൊട്ട് ഈ സമയം വരെയുള്ള എല്ലാ എന്താ പറയുക എല്ലാ സപ്പോർട്ടും അതുലിൻ്റെത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അതിനൊരു ബിഗ് താങ്ക്സ് ഉണ്ട് അതുലിനോട്. പിന്നെ DS-160 ഫോം ഫില്ല് ചെയ്യാനാണെങ്കിലും എല്ലാം എന്തൊക്കെ ആപ്ലിക്കേഷൻസ് ഫോം എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെ എല്ലാ കാര്യങ്ങളും ജസ്റ്റ് അതിൽ പറയുന്ന പോലെയുള്ള ഫയലും കൊണ്ട് നമ്മൾ പോവുക എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം അതിലാണ് ചെയ്തു തന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഡേറ്റ് ശരിക്കും US-ൻ്റെ ഡേറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എനിക്ക് 2026 എനിക്ക് ഡേറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് ഇപ്പോൾ എനിക്കത് അതുപോലെ എനിക്ക് ഡിസംബറിലേക്ക് പെട്ടെന്ന് തന്നെ എനിക്ക് എടുത്തു തരുമായിരുന്നു. ഒട്ടും ഡിലേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം എന്താ പറയുക ഇപ്പം വിസ കിട്ടിയതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാൻ. എന്താ പറയുക പിന്നെ ബയോമെട്രിക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും ബയോമെട്രിക്കിൽ വലിയ എന്താ പറയുക ഒന്നും ക്വസ്റ്റ്യനിങ്ങോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നൊന്നുമില്ല. അവിടെ ചെല്ലുക, പറഞ്ഞ ടൈമിന് നമ്മൾ അവിടെ ചെന്നു. എന്നോട് പേരും ചോദിച്ചു, എൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും ചോദിച്ചു. അത് കഴിഞ്ഞ് ബയോമെട്രിക് കഴിഞ്ഞു. പിന്നെ ഫോട്ടോ എടുത്തു, നമ്മൾ പോകുന്നു. പിന്നെ ഇൻ്റർവ്യൂവിൻ്റെ ആണ് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഒത്തിരി ആളുകളുണ്ടായിരുന്നു അവിടെ. ഫാമിലി ആയിട്ട് അപ്ലൈ ചെയ്യുന്നവർ, ഇൻഡിവിജ്വലായിട്ട് അപ്ലൈ ചെയ്യുന്നവർ, സ്റ്റുഡൻസ്, വർക്ക് വിസ, അങ്ങനെ ഒത്തിരി ഉണ്ടായിരുന്നു. എങ്ങനെ വന്നാലും ഒരു 25,000 ആൾക്കാരോ അല്ലെങ്കിൽ ഒരു 12,000 ആൾക്കാരെങ്കിലും ഉണ്ടായിട്ടുണ്ടാവണം. അത്രയും ആൾക്കാരായിരുന്നു. ഇനി അത്രയും ആൾക്കാർ ചിലപ്പോൾ കൂടെ വന്നവരെ കൂടി ചേർത്തിട്ടായിരിക്കും കേട്ടോ, നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും ഞാൻ നിന്നൊരു ക്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ ഒരു 10 മണിക്ക് എത്തിയിട്ട് എന്നെ വിളിക്കുമ്പം എൻ്റെ ടൈമും കഴിഞ്ഞു. എന്നിട്ട് എന്നെ വിളിക്കുമ്പം 12:50 എന്നെ അകത്തേക്ക് വിളിക്കുന്നത്. പക്ഷേ ഇൻ്റർവ്യൂ പെട്ടെന്ന് കഴിയും, അത് വിതിൻ സെക്കൻഡ്സ് കഴിയും. എന്ന് വെച്ചാൽ കുറേ നേരം നിൽക്കുന്നവരും ഉണ്ട് കേട്ടോ, പക്ഷേ എൻ്റെത് പെട്ടെന്ന് കഴിഞ്ഞു. അത് എന്താണെന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയത് ഇതാണ്, നമ്മളോട് ചോദിക്കുന്ന ചോദ്യത്തിന് നമ്മൾ ഉത്തരമാണ് പറയുന്നത്, ആ ഉത്തരത്തിനെ ബേസ് ചെയ്തിട്ട് ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് ആണ് പിന്നെ കുറേ വരുന്നത്. അങ്ങനെയാണ് വരുന്നത്. അപ്പം നമ്മളത് കോൺഫിഡൻറ്റോടുകൂടി സത്യസന്ധമായിട്ട് ഉത്തരം പറയുക. അത് നമ്മൾ DS-160 ഫോമിൽ എന്താണോ നമ്മൾ കൊടുത്തിട്ടുള്ളത് അതായിരിക്കും അവർ ചോദിക്കുന്നത്. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾക്ക് നമ്മളോട് എന്തായാലും അവർ ചോദിക്കുന്നത്. അപ്പം ഇതാണ് ഉണ്ടായിരുന്നത് അവിടെ. നമ്മളോട് ആദ്യം തന്നെ അവർ നമ്മളോട് പാസ്പോർട്ട് ചോദിക്കും. അപ്പോൾ നമ്മൾ പാസ്പോർട്ട് കൊടുക്കുക. നമ്മുടെ ലാംഗ്വേജ് ഏതാണ് വേണ്ടതെന്ന് ചോദിക്കും. ഇപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് പറയുക. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നോട് ചോദിച്ചത്, ഇപ്പോൾ എല്ലാ ക്യാബിനിലിരിക്കുന്നവരും ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം അത് തന്നെ ആയിരിക്കും. അതായത് വൈ ആർ യു ഗോയിങ് ടു US. പക്ഷേ ഇതേപോലെ തന്നെ ആയിരിക്കണമെന്നില്ല ചോദിക്കുന്നത്, വേറൊരു രീതിയിലായിരിക്കാം ചോദിക്കുന്നത്. എന്നോട് ഇങ്ങനെയാണ് ചോദിച്ചത്, വൈ ആർ യു ഗോയിങ് ടു US. അപ്പോൾ ഞാൻ അതിനെന്താണോ ഞാൻ ഉത്തരം പറഞ്ഞത്, ഐ എം ഓൺ മൈ വെക്കേഷൻ എന്ന് പറഞ്ഞപ്പോൾ ആ ഉത്തരത്തെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ് പിന്നീട് വന്നത്, പിന്നീടുള്ള എല്ലാ ക്വസ്റ്റ്യൻസ്. അപ്പം അതിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയത് ആ ആൻസർ പറഞ്ഞതിൻ്റെ ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ബാക്കിയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും. എൻ്റെ എംപ്ലോയർ ആരാണ്, ഞാൻ എത്ര നാൾ അവിടെ ഉണ്ടാകും, ഹൗ ലോങ് യു വിൽ ബി ദെയർ ഇൻ US, ദെൻ വാട്ട് ഈസ് യുവർ ആനുവൽ ഇൻകം, ദെൻ
പെർ മന്ത് എത്രയാണ് സാലറി, ദെൻ ആർ യു മാരിഡ്, ആർ യു ഗോയിങ് ദെയർ ടു മീറ്റ് സംവൺ, പിന്നെ എന്താണ് യുവർ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ, ആർ യു മാരിഡ്, ഡു യു ഹാവ് ചിൽഡ്രൻ കൂടെ ട്രാവൽ ചെയ്യുന്നുണ്ടോ എന്നൊക്കെയാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. ഞാൻ ഒരു ലാഗ് കൂടാതെ അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിച്ചിപ്പം നമ്മളോട് നമ്മളുടെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ആലോചിച്ചിട്ടല്ലല്ലോ ആൻസർ പറയുന്നത്. നമ്മളുടെ പേരെന്താണ്, നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്താണ്, അല്ലെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോട് നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ ഒരു എന്താ പറയുക, ഒരു ഡൗട്ടും ഇല്ലാതെ പെട്ടെന്ന് ആൻസർ പറയും അല്ലേ? അതേപോലെ തന്നെയാണ് അവിടെ പറയേണ്ടത്. ഒരു ഡൗട്ടും ഇല്ലാതെ പെട്ടെന്ന് ആൻസർ പറയാം. എങ്കിൽ നമ്മൾ എന്താ പറയുക, നമ്മൾ വിജയിച്ചു എന്ന് തന്നെ പറയാം. പിന്നെ പകുതിയിൽ അക്കൗണ്ട് കേട്ടോ. പിന്നെ എന്താ പറയുക, ഇതാണ് US വിസയുടെ ഒരു എക്സ്പീരിയൻസ്. അപ്പം അത് എനിക്ക് ഇവിടെ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ഞാനിങ്ങനെ ഇത് വന്ന് ഷെയർ ചെയ്യാനുള്ള കാര്യം. അപ്പം ഇനിയും കൂടുതൽ പേർക്ക് ഇതേപോലെ തന്നെ അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതുപോലെ കോൺടാക്ട് ചെയ്യുന്നത്, ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും എന്തൊക്കെ വേണം, എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ അതിൽ പറഞ്ഞല്ലോ. ഓക്കെ, അപ്പോൾ താങ്ക് യു. അപ്പോൾ B1 B2 വിസ സംബന്ധമായ എല്ലാ ക്വസ്റ്റ്യൻസിനും എല്ലാ ആൻസേഴ്സിനും നമ്മുടെ വീഡിയോ എല്ലാ ഡിസ്ക്രിപ്ഷനിലും കോൺടാക്ട് ലിങ്ക് ഉണ്ട്. ടെലിഗ്രാം വഴി എന്നെ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ ഇൻക്വയറി സീരിയസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ തീർച്ചയായിട്ടും ഞാൻ ബന്ധപ്പെട്ടിരിക്കും. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്. ഓൾ ദ വെരി ബെസ്റ്റ് ഗൈസ്. ബൈ.